23 6 days മൊഡ്യൂൾസ് ഒന്ന് പ്ലാൻ ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഏതൊക്കെ മൊഡ്യൂൾസാണ് കവർ ചെയ്യേണ്ടതെന്നും സാധാരണ എല്ലാ മാസവും സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ഞാൻ പക്കയായിട്ട് പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് ഡേയ്സും കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്ത് പഠിക്കാറാണ് ഞാൻ പതിവ്. പക്ഷേ ഈ മാസം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞുള്ള ഒരു പരീക്ഷ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു പരീക്ഷയ്ക്ക് ഒട്ടും പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു മാറ്റും. സ്റ്റുഡൻസിൻ്റെ ഒരു പ്രഷറും കൂടെ യൂണിവേഴ്സിറ്റിക്കാരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും സ്ട്രെസ് അടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കോളേജ് ലൈഫും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ ടൈം എക്സാമാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തങ്കപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി വീണ്ടും ഈ മാസം 29 എക്സാം ഇട്ടിട്ടുണ്ട്. 27 കേട്ടോ. അത് റിക്വസ്റ്റ് ചെയ്ത് 2 ദിവസം കൂടെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഉറക്കത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. സോ ഓക്കെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇപ്പം നോക്കാൻ പോകുന്നത് ഐം ഗോയിങ് ടു പ്ലാൻ. ഓക്കെ, സോ ഇന്ന് 12 ജാനുവരി ആണ്, സൺഡേ. 10 മണിയായി കേട്ടോ. ഇപ്പോഴാണ് പഠിക്കാതിരിക്കുന്നത്. ഞാൻ ഇത്ര നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഗെയിം ഓഫ് ത്രോൺസൊക്കെ ഇരുന്ന് കണ്ടു. ഗെയിം ഓഫ് ത്രോൺസ് 6 or 7 വട്ടമാണ് ഞാനിപ്പോൾ കാണുന്നത്. എനിവേ, അപ്പോൾ 12-ാം തീയതി ആയി. അപ്പോൾ 29 എക്സാം വരുന്നത്. ഓക്കെ, 29 എക്സാം. 3 പേപ്പേഴ്സാണ് എനിക്കുള്ളത്. ഓക്കെ, ടൈം ടേബിൾ വരുന്നതെന്ന് വെച്ചാൽ 29 IT എക്സാമാണ്, 31 പ്രോപ്പർട്ടിയാണ് കേട്ടോ. പ്രോപ്പർട്ടി ലോയാണ്. ആൻഡ് 3-ാം തീയതി ടാക്സ് ആണ്. അപ്പോൾ 3 പേപ്പറാണ് ഉള്ളത്. എനിക്കിതിൽ ഏറ്റവും ടഫായിട്ടുള്ളത് IT ആണ്. കാരണം IT അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ IT ആണ് ചൂസ് ചെയ്തത്. IT പുതിയൊരു സംഭവമല്ലേ, അതായത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണല്ലോ സൈബർ ലോ. അപ്പോൾ അങ്ങനെ ക്യൂരിയസ് ആയിട്ട് എടുത്ത സബ്ജക്റ്റാണ്, പേപ്പറാണ് IT. പക്ഷെ അത് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി, കാരണം ഇഷ്ടം പോലെ പഠിക്കാനും ഉണ്ട്. ഫുൾ ടെക്നിക്കൽ ടേംസാണ്. അപ്പോൾ അത് പഠിക്കുക എന്ന് പറയുന്നൊരു ടാസ്ക്കാണ്, ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ്. സോ IT ആണ് ഫസ്റ്റ് പേപ്പർ. പിന്നെ എനിക്ക് ടഫായിട്ട് വരുന്നത് കുറേ പഠിക്കാനുള്ളത് ടാക്സ് ആണ്. അപ്പോൾ ഈ 2 പേപ്പർ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർട്ടി കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ എളുപ്പമാണ്. ക്ലാസ്സസൊക്കെ ഞാൻ പക്കയായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നോട്ട്സൊക്കെ പക്കയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രോപ്പർട്ടിയിലോ കുറച്ച് സിമ്പിളാണ് മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം ഇതിപ്പോൾ 12th ആയി. ഞാൻ ഇന്നോട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഞാൻ ഡേറ്റ്സ് എഴുതാൻ പോവാണ് കേട്ടോ. 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28. 29 എക്സാമാണ്. സോ ഇത്രയും ഡേയ്സാണ് എൻ്റെ മുമ്പ് ഉള്ളത്. അപ്പം ഈ ഡേയ്സിലാണ് ഞാൻ എൻ്റെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ 3 പേപ്പറാണുള്ളത്. ITയും ടാക്സും. IT ആണ് ഫസ്റ്റ് പേപ്പർ. അപ്പോൾ നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് IT ആയതുകൊണ്ട് തന്നെ ഞാൻ IT കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകണം. IT ഞാൻ കുറച്ചുകൂടെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ IT ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ IT ഒന്ന് പഠിച്ചൊന്ന് സെറ്റായി വന്നാൽ എനിക്കൊരു സമാധാനമുണ്ട്. അപ്പോൾ IT ഞാൻ ആദ്യത്തെ കുറച്ച് ഡേറ്റ്സ് ഞാൻ ITക്ക് വേണ്ടി സേവ് ചെയ്യാൻ പോവാണ്. അപ്പം 3 പേപ്പർ എത്ര ഡേയ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 4, 6, 8, 10, 12, 14, 16, 17 ദിവസമാണ് എൻ്റെ മുമ്പേ ഉള്ളത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ 17 days. 17 divided by 3 പറയുമ്പോഴത്തേക്കും 5 into 3, 15. ബാക്കി 2 days ലെഫ്റ്റ്. അപ്പോൾ 2 days ലെഫ്റ്റിൽ ഒരെണ്ണം ഞാൻ ITക്ക് ഇടാൻ പോകണം. അപ്പോൾ 6 days for IT, 6 days for ടാക്സ് ആൻഡ് 5 days for പ്രോപ്പർട്ടി. ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 6 for IT, 6 for ടാക്സ് ആൻഡ് 5 for പ്രോപ്പർട്ടി. അപ്പം ഫസ്റ്റ് 1, 2, 3, 4, 5, 6. സോ ദീസ് 6 days ഞാൻ IT പഠിക്കാൻ പോവാണ്. ആൻഡ് കമ്മിങ് 6 days ഞാൻ ടാക്സ് പഠിക്കാൻ പോവാണ്. ഓക്കെ, ആൻഡ് ദെൻ ദ ഫൈനൽ 5 days
ഞാൻ പ്രോപ്പർട്ടി പഠിക്കാൻ പോകണം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ ടൈം ടേബിൾ. ഓക്കെ, അപ്പോൾ 12 തൊട്ട് 17, ദാറ്റ് ഈസ് 6 days ഐ എം ഗോയിങ് ടു സ്റ്റഡി IT. Then 18 to 23, 6 days I'm going to study tax. Then 24 to 28 vare, that is 5 days I'm going to study property. So planning കഴിഞ്ഞു. ഇനി അപ്പം ഇത്രയാണ് ഞാൻ ഡേയ്സ് ഡിവൈഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പം ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആയി, എൻ്റെ മൈൻഡ് കുറച്ചുകൂടെ ഫ്രീ ആയി പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ആയിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കോളേജിൽ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നാളായിട്ട് ബിസിയാണ്. അതുവരെയുള്ള എൻ്റെ പഠിത്തം ഇതെങ്ങനെ കവർ ചെയ്യും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ബാക്കി ഇനി ഉള്ള ദിവസങ്ങൾ സ്റ്റഡി ലീവ് വരുന്നത് ഒരാഴ്ചയായിരിക്കും, എക്സാമിന് ഒരാഴ്ചയായിരിക്കും നമുക്ക് സ്റ്റഡി ലീവ് വരുന്നത്. അപ്പോൾ അത് ആ ദിവസത്തിൽ ഞാൻ ചിലപ്പോൾ പ്രോപ്പർട്ടി ആയിരിക്കും പഠിക്കുന്നത്, ലാസ്റ്റ് ഡേയ്സ് അല്ലേ. അപ്പോൾ പ്രോപ്പർട്ടിയും ടാക്സൊക്കെ ആയിരിക്കും ആ ഡേയ്സിൽ കവർ ചെയ്യുന്നത്. അതുവരെ എനിക്ക് IT കവർ ചെയ്യണം. സോ IT ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതാണ് ഡേയ്സ് ഞാൻ ഡിവൈഡ് ചെയ്തത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾസ് ITയിൽ എന്തൊക്കെയാണ്, ഇപ്പോൾ എല്ലാത്തിലും ഈ 3 പേപ്പറിലും എന്തൊക്കെ കാര്യങ്ങളാണ് സിലബസ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകണം. സോ അതിന് വേണ്ടിയിട്ട് കലണ്ടർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടുന്ന കലണ്ടറാണ് കേട്ടോ. അപ്പം ഇതാണ് കലണ്ടർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിലബസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ IT പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ 5 മൊഡ്യൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ 5 മൊഡ്യൂൾസിൽ ഇതെല്ലാം ഭയങ്കര ടഫാണ്. മെയിനായിട്ട് വരുന്ന പ്രോബ്ലമാണ് അൺസഹിക്കബിൾ. സോ അതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഇതൊന്ന് മൊഡ്യൂൾസ് ഒന്ന് പ്ലാൻ ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഏതൊക്കെ മൊഡ്യൂൾസാണ് കവർ ചെയ്യേണ്ടതെന്നും ഓരോ ദിവസം ഏതൊക്കെ പോർഷൻസാണ് കവർ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. IT നമുക്ക് 5 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. സോ 5 മൊഡ്യൂൾസും ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിൽ നോക്കിയിട്ട് കൊമേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നുന്നു. അപ്പോൾ കൊമേഴ്സ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. ആൻഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓൾസോ. സോ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 12, 13, 14, 15, 16, 17. സോ മൊഡ്യൂൾ വൈസ് നോക്കുമ്പോൾ പെർ ഡേ ഒരു മൊഡ്യൂൾ ഞാൻ തീർക്കണം, എങ്കിലേ എനിക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓരോ ദിവസവും ഓരോ മൊഡ്യൂൾ കവർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ അങ്ങനെ വിചാരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ 6 ദിവസമാണല്ലോ എനിക്കുള്ളത് ഒരു പേപ്പർ പഠിക്കാനായിട്ട്. പക്ഷേ നാളെ തൊട്ട് തിങ്കളാഴ്ചയാണ് നാളെ. അപ്പോൾ കോളേജ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഡേ ടൈം ഒന്നും പഠിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്ന് ഞാൻ പഠിക്കാനിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു 4 എനിക്ക് ഉറപ്പില്ല. കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടാവും. അപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് കയറി വരുന്നത് കൊണ്ട് തന്നെ 4 മണിക്ക് പഠിക്കാനിരിക്കുന്ന കാര്യം എനിക്ക് ഒട്ടും ഷുവറല്ല. അങ്ങനെ ഇരുന്നാൽ തന്നെ 5 മണിക്ക് ഇരുന്നാൽ തന്നെ ഞാൻ മാക്സിമം 12 മണി അതുവരെയൊക്കെ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പറ്റത്തില്ല. 12 മണി വരെ എനിക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ 5 ഡേയ്സ് 5 മൊഡ്യൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ദിവസം എനിക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. സോ ഇതിലേതെങ്കിലും ഒരു ദിവസം എനിക്ക് ആ മൊഡ്യൂൾ കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ലാസ്റ്റ് ഡേ, അതായത് 17th ഞാൻ ആ പോർഷൻസ് കവർ ചെയ്യാം. സോ അങ്ങനെയാണ് ഞാനിപ്പോൾ IT പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് കമ്മിങ് ടു സെക്കൻഡ്, ദാറ്റ് ഈസ് ദിസ് 18 to 23 വരെയുള്ള ദിവസം ഞാൻ ടാക്സ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്. ടാക്സിലും വരുന്നത് സോ ടാക്സിലും എനിക്ക് 5 മൊഡ്യൂൾസാണ് വരുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ ലോ. സോ അതിൽ 5 മൊഡ്യൂൾസാണ്. അതും അത്യാവശ്യം നല്ല വലിയ ടോപ്പിക്സാണ്.
അപ്പോൾ അത് എന്തായാലും ഉറപ്പായിട്ടും എനിക്കത് ഫുൾ 6 ദിവസം കൊണ്ട് കവർ ചെയ്യുന്നുള്ള കാര്യം കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് 3-ാം തീയതി 31-ാം തീയതി പ്രോപ്പർട്ടി കഴിഞ്ഞ് പിന്നെ 3-ാം തീയതിയാണ് ടാക്സ് ഉള്ളത്. അപ്പോൾ എനിക്കത് കവർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ 5 മൊഡ്യൂൾസിൽ ഏറ്റവും വലിയ ടോപ്പിക് എന്ന് പറയുന്നത് 4-ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ, 4-ാമത്തെ മൊഡ്യൂൾ. അപ്പോൾ 4-ാമത്തെ മൊഡ്യൂളിൽ എനിക്ക് എന്തായാലും 2 ദിവസം ഫുൾ വേണം. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. സോ 18, 19, 20, 21, 22, 23. സോ ഫസ്റ്റ് മൊഡ്യൂളിന് 1 ദിവസം മതി, കാരണം അതൊരു ചെറിയ മൊഡ്യൂളാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഇതുവരെ. അത് കുഞ്ഞു കാര്യങ്ങളാണ് എനിക്ക്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ പ്ലസ് പറ്റുമെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലെ റെസ്റ്റും പ്ലസ് പറ്റുമെങ്കിൽ തേർഡ് മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങും. ദെൻ 20th എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് 3-ാമത്തെ മൊഡ്യൂളും അത്യാവശ്യം ചെറുതാണ്. അപ്പോൾ കേൾക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ 20th തേർഡ് മൊഡ്യൂൾ പ്ലസ് ഉറപ്പായിട്ടും 4th മൊഡ്യൂളിലെ പോർഷൻസ് നോക്കണം, എന്നാലേ എനിക്കത് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. ഈ 2 days ഞാൻ 4th മൊഡ്യൂൾ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ദിവസത്തെ ഈ 2 ദിവസം കൂടെ ആകുമ്പോഴത്തേക്കും 4th മൊഡ്യൂൾ ഓക്കെ ആവും. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ, അതായത് 5th മൊഡ്യൂൾ അവസാനത്തെ ദിവസം കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ എനിക്ക് പിന്നെ ഒരു 2 days വരുന്നുണ്ട് ബ്രേക്ക് ടൈം എക്സാമിനിടയ്ക്ക്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്കിത് കവർ ചെയ്യാൻ പറ്റും. ടാക്സിൽ എനിക്കൊരു ട്രസ്റ്റുണ്ട്. എനിക്ക് പേടിയെന്ന് പറയുന്നത് IT കവർ ചെയ്യുന്ന കാര്യത്തിലാണ്. ദെൻ പിന്നെ നമുക്ക് വരുന്നത് പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി വരുന്നത് 24 തൊട്ട് 28. ഓക്കെ. സോ 24, 25, 26, 27, 28 അങ്ങനെ 5 ദിവസമാണ് വരുന്നത്. അങ്ങനെ പ്രോപ്പർട്ടിക്കും ഒരു മിനിറ്റ്. സോ പ്രോപ്പർട്ടി ലോയ്ക്ക് ആക്ച്വലി എല്ലാം അത്യാവശ്യം നമുക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള ടോപ്പിക്സാണ് പ്രോപ്പർട്ടി ലോയിൽ വരുന്നത്. 5 മൊഡ്യൂൾസാണ് വരുന്നത്. സോ ഓരോ മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, third module, 4th module and 5th module. അപ്പം എല്ലാ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഒന്നുമില്ല. ടൈം ഇപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കാൻ പോവാണ്. അപ്പം ആക്ച്വലി ഇപ്പോൾ ടൈം ഇറ്റ്സ് 10:07 ആയി. 10:08 ആവും. 10:08. ഓക്കെ. ഞാൻ പഠിച്ചു തുടങ്ങാനായിട്ട് വെച്ചിരിക്കുന്ന ടൈം 10:30 ആണ്. സോ 10:30 ആകുമ്പോൾ ഞാൻ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ അലാറം വെക്കാൻ പോവാണ് കേട്ടോ. അലാറം എന്ന് പറയുന്നത് ഞാൻ 1 hour വെച്ചിട്ട് അലാറം വെക്കും. അപ്പോൾ 10:30 ഞാൻ പഠിച്ചു തുടങ്ങും. അപ്പോൾ 1 hour, ദാറ്റ് ഇസ് 11:30 ഞാനൊരു അലാറം സെറ്റ് ചെയ്യാൻ പോവാണ്. സോ കറക്റ്റ് 10:30 ആകുമ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങും. സോ 11:30 ഞാൻ അലാറം വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 hour വെച്ച് ഞാൻ ഇടവിട്ട് 11:30 അലാറം കേൾക്കുമ്പോൾ ഞാൻ അടുത്ത 12:30 അലാറം വയ്ക്കും. ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം ടൈം പോകുന്ന അറിയത്തില്ല, പഠിക്കുന്നത് ഒരു ഫ്ലോയ്ക്ക് പോവും. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കും. സോ ഞാൻ പഠിക്കുന്നത് ഞാനിതിൽ കാണിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി സ്റ്റഡി, എല്ലാവരും പോയി പഠിച്ചോളൂ. ഞാനും പഠിക്കാൻ പോകണം. തീരുമെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് മാക്സിമം ട്രൈ ചെയ്യണം, ഇത് തീർക്കണം. IT ഭയങ്കര എല്ലാവർക്കും പേടിയുള്ള IT പേപ്പർ എടുത്തവർക്ക് ശരിക്കും പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പോയി പഠിക്കട്ടെ എന്തായാലും. ഓക്കെ. എനിവേ ഗൈസ്, ബൈ. 10:30 ആകുമ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങും.